നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ പ്രശ്നം? ഏയ് ഒന്നുമില്ല. രാത്രിയിൽ ശ്യാമയ്ക്ക് എന്തോ പെട്ടെന്നൊരു വെപ്രാളം പോലെ തോന്നി. എന്നിട്ട് ഇവിടെ പൂജാമുറിയിൽ പൂജിക്കാൻ വെച്ചിരുന്ന വസ്ത്രത്തിനും പാലിക്കൊക്കെ എന്തോ സംഭവിച്ചു എന്നൊരു തോന്നല്. എന്നിട്ട് എന്നെ വിളിച്ച് ഇങ്ങോട്ട് ഓടി വന്നു. ഇവിടെ എത്തിയപ്പോ അപ്പച്ചി ഐശ്വര്യ അടുത്ത് ഇവിടെ നിൽക്കുന്നു. അപ്പച്ചിയുടെ കൈക്ക് വേദനയായിട്ട് ബഹളം ഉണ്ടാക്കുന്നു. അപ്പച്ചൻ ആ താലി ശക്തിയുള്ള താലിയാ. എന്റെ പ്രാർത്ഥനയും പ്രതീക്ഷയും ഒക്കെ ഉള്ള താലി. അപ്പച്ചി അപ്പച്ചി പറ, അതിനടുത്ത് നിങ്ങൾ പോയോ? അപ്പച്ചി അപ്പച്ചി ആ താലി എടുക്കാൻ ശ്രമിച്ചോ? കള്ളം പറഞ്ഞ കൈക്ക് ഇനിയും വേദന വരും. എന്ത് പറയാന്ന്? അപ്പച്ചി ഒന്ന് ഉറങ്ങാൻ നോക്ക്. അപ്പച്ചി അപ്പച്ചി എന്താണ് സംഭവിച്ചത്? തുറന്നു പറ. അഖിൽ സാർ, വേണ്ട, ഒന്നും ചോദിക്കണ്ട. എനിക്കെല്ലാം മനസ്സിലായി. അന്ന് ഭസ്മത്തിലും കർപ്പൂരത്തിലും കള്ളം ചെയ്യാൻ നോക്കി. ഇന്നതാ കാലി വസ്ത്രമൊക്കെ നശിപ്പിക്കാൻ നോക്കി. ദേ, കാണാത്ത കാര്യങ്ങൾ പറയരുത്. ഞാനിപ്പോ അച്ഛനും അമ്മയൊക്കെ വിളിച്ചു നടത്തും. നീ കാരണം ഇവിടെ ഓരോന്നും സംഭവിക്കുന്നേ. പാവം അമൃതേടത്തിയെ ദ്രോഹിച്ചു, അങ്ങനെ അമൃതേടത്തിയെ അകറ്റി. ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങനെ മാറ്റാനായിരിക്കും. ഐശ്വര്യേ വന്നേ, മുകളിലേക്ക് വന്നേ. ഏട്ടാ, ഞാൻ ഐശ്വര്യ അടുത്തോട് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഐശ്വര്യ അടുത്തി, ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഈ 15-ാം തീയതി അഖിൽ സാറിന്റെയും എൻ്റെ വിവാഹം നടക്കും. പിന്നെ അത് നടക്കാതിരിക്കണമെങ്കിൽ അതിന് ദൈവം തന്നെ വിചാരിക്കണം. അല്ലാതെ നിങ്ങളെ കൊണ്ടൊന്നും മുടക്കാൻ പറ്റില്ല. നിങ്ങളതിന് ശ്രമിക്കുകയും വേണ്ട, അത് നടക്കില്ല. എന്റെ വിധി അല്ലാണ്ട് എന്ത് പറയാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.